ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, റീസെന്റ് ആയിട്ട് നടന്ന സെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 10 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 11 മുതലുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ ദ ടൈറ്റിൽ ഓഫ് സീമസീനീസ് നോബൽ ലെക്ചർ. നമ്മുടെ സീമസീനിയുടെ നോബൽ ലെക്ചറിന്റെ ടൈറ്റിൽ എന്തായിരുന്നു എന്ന് കണ്ടെത്തണം. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും കേട്ടോ, കുറച്ച് നല്ല റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, നോക്കിക്കോ, സെയിം തിങ്സ് എന്നാണോ, അതോ ഇനി ക്രെഡിറ്റിംഗ് പോയട്രി എന്നാണോ, പ്രീ ഓക്കുപേഷൻസ് എന്നാണോ, ഫീൽഡ് വർക്ക് എന്നാണോ? ദ ടൈറ്റിൽ ഓഫ് സീമസീനീസ് നോബൽ ലെക്ചർ, ആൻസർ വരുന്നത് ക്രെഡിറ്റിംഗ് പോയട്രി. ഓക്കെ, ക്രെഡിറ്റിംഗ് പോയട്രി. ദ ടൈറ്റിൽ ഓഫ് സീമസീനീസ് നോബൽ ലെക്ചർ എന്ന് പറയുന്നത് ക്രെഡിറ്റിംഗ് പോയട്രി എന്നുള്ളതാണ് കേട്ടോ. ക്രെഡിറ്റിംഗ് പോയട്രി. എക്സ്പ്ലനേഷൻ: ദ ടൈറ്റിൽ ഓഫ് സീമസീനീസ് 1995 Nobel lecture is crediting poetry, delivered at the Swedish Academy on December 7, 1995. Heaney used this lecture to emphasize poetry's power to provide emotional fortitude, redress spiritual imbalances, and offer hope in times of conflict. Okay, അപ്പം delivered at the Swedish Academy on December 7, 1995, Heaney used this lecture to emphasize poetry's power to provide emotional fortitude. Okay, emotional fortitude provide ചെയ്യാനായിട്ടുള്ള പോയിട്രിയുടെ ഒരു പവർ ഉണ്ട് അല്ലേ? അതിനെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞ ക്രെഡിറ്റിംഗ് പോയിട്രിക്കകത്തില് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ഡെലിവർ അറ്റ് ദ സ്വീഡിഷ് അക്കാഡമി ഓൺ December 7, 1995. So the poetry's power to provide emotional fortitude, redress spiritual imbalances, and offer hope in times of conflict. Okay, conflict നടക്കുന്ന സമയത്ത് നമുക്കൊരു ഹോപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് അല്ലേ? കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് ഒരു ഹോപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു മെറിറ്റ് ആണ്. ഓക്കെ, സോ അതാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പം ഇതൊരു ലെക്ചറിലാണ് നമ്മുടെ ഹീനി പ്രൊവൈഡ് ചെയ്യുന്നത്. സീമസീനിയുടെ നോബൽ ലെക്ചറിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ലെക്ചറിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റിംഗ് പോയിട്രി ആണ്. പോയിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും ഒരു പ്രതീക്ഷയാണ് അല്ലെ? നമ്മുടെ വികാരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടെയാണ് എന്തെന്ന് പറയുന്നത്, പോയിട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പോയിട്രിയുടെ പവർ. ലൈഫ് ഇസ് നോട്ട് എ സീരീസ് ഓഫ് ഗിഗ് ലാംപ്സ് symmetrically arranged. Life is a luminous halo, a semi-transparent envelope surrounding us. Who said so? Okay, അപ്പം life is not a series of jig lamps സിമെട്രിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ജിഗ് ലാംപ്സിന്റെ ഒരു സീരീസ് അല്ല ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഈസ് എ ലൂമിനസ് ഹാലോ, ഒരു ലൂമിനസ് ഹാലോ ആണ്. സെമി ട്രാൻസ്പെറന്റ് എൻവലപ്പ് ആണ് സറൗണ്ടിങ് എസ്. ഓക്കെ, നമ്മളെ സറൗണ്ട് ചെയ്യുന്ന ഒരു സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള എൻവലപ്പ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ലൈഫ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് ജിഗ് ലാംപ്സ് സിമെട്രിക്കലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ജിഗ് ലാംപ്സിന്റെ ഒരു കളക്ഷൻ, ഒരു സീരീസ് നിരത്തി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി മാത്രമല്ല ലൈഫ്. ലൈഫ് എന്ന് പറഞ്ഞ ഒരു ലൂമിനസ് ഹാലോ കൂടെയാണ്, ഒരു സെമി ട്രാൻസ്പെറന്റ് എൻവലപ്പ് ആണ് അല്ലെ സറൗണ്ടിങ് അസ്. നമ്മുടെ ജീവിതം അല്ലെ, ജീവിതത്തിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് നടക്കാൻ പോകുന്നതെന്ന് അറിയാമെങ്കിൽ നമ്മൾ ആരും പിന്നെ ഒന്നിലും കൺസേൺഡ് അല്ല, ടെൻസ്ഡ് അല്ല. കാരണം എല്ലാം അറിയാലോ. ലൈഫിന്റെ മിസ്റ്ററിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടുതൽ എന്താ പറയാ, വർക്ക് ചെയ്യിക്കാനായിട്ട്, പ്രതീക്ഷിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, സ്നേഹിക്കാനായിട്ട് ഒക്കെ തന്നെ കാരണമാകുന്നത് അല്ലെ. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ അവർ ഒരുപാട് കാലം നമ്മുടെ കൂടെ കാണുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ അല്ലെ, ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇത് ആരുടെ വേർഡ്സ് ആണ്? നീഷെ, സാർട്ടർ, വിർജീനിയ വൂൾഫ്, D.H. ലോറൻസ്. ആൻസർ വരുന്നത് വിർജീനിയ വൂൾഫ് ആണ് കേട്ടോ. നീഷെ, സാർട്ടർ, വിർജീനിയ വൂൾഫ്, D.H. ലോറൻസ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൂൾഫിന്റെ വേർഡ്സ് ആണ്. നമുക്ക് ഇവിടെ ഇത് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഫേമസ് കോട്ട് ഈസ് ബൈ ബ്രിട്ടീഷ് മോഡേണിസ്റ്റ് ഓതർ വിർജീനിയ വൂൾഫ്, അപ്പിയറിംഗ് ഇൻ ഹെർ 1923 essay Mr. Bennet and Mrs. Brown, and echoed in her 1927 novel To the Lighthouse. It acts as a manifesto against traditional literature, arguing for an experimental subjective focus on life's inner consciousness rather than superficial structural realism. ഇല്ലേ, നമ്മുടെ ലൈഫിന്റെ ഇന്നർ കോൺഷ്യസ്നെസ്സിനും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്നത്. ഈ ഒരു ഐഡിയ നമ്മുടെ വിർജീനിയ വൂൾഫ് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട് അല്ലേ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഐഡിയ ആരാണ് കൊണ്ടുവന്നത്? അത് വൂൾഫാണ് അല്ലെ.
വിർജീനിയ വുൾഫും അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് ജോയ്സും ഒക്കെ ചേർന്ന് പോപ്പുലറൈസ് ചെയ്തതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഐഡിയ. ഓക്കെ, സോ ഹിസ് ഫേമസ് കോട്ട് ബൈ ബ്രിട്ടീഷ് മോഡേണിസ്റ്റ് വിർജീനിയ വുൾഫ് appearing in her 1923 essay Mr. Bennet and Mrs. Brown and echoed in her 1927 novel To the Lighthouse. It acts as a manifesto against traditional literature, arguing for an experimental subjective focus on life's inner consciousness rather than superficial structural realism. ഇല്ലേ, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ റിയലിസത്തിന് പുറമെ ലൈഫിന്റെ ഇന്നർ കോൺഷ്യസ്നെസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞ ഈ പറയുന്ന കോണ്ടെക്സ്റ്റ്. ഓക്കെ, വളരെ സിഗ്നിഫിക്കന്റ് ആണ്. നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. റസമോവ്, എ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്, ഈസ് എ ക്യാരക്ടർ ഇൻ ദ നോവൽ. ഓക്കെ, റസമോവ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന നോവൽ ഏതാണ്? ക്രൈം ആൻഡ് പണിഷ്മെന്റ് ആണോ, മദർ ആണോ, ഡോക്ടർ സിവാഗോ ആണോ, അതോ അണ്ടർ വെസ്റ്റേൺ ഐസ് എന്ന് പറയുന്ന വർക്ക് ആണ്? ഓക്കെ, റസമോവ്, എ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്, ഈസ് എ ക്യാരക്ടർ ഇൻ ദ നോവൽ. ക്രൈം ആൻഡ് പണിഷ്മെന്റ്, മദർ, ഡോക്ടർ സിവാഗോ, അണ്ടർ വെസ്റ്റേൺ ഐസ്. ഇതിന്റെ ആൻസർ വരുന്നത് അണ്ടർ വെസ്റ്റേൺ ഐസ് ആണ് കേട്ടോ. അണ്ടർ വെസ്റ്റേൺ ഐസ് എന്ന് പറയുന്ന വർക്കിനകത്തിലാണ് നമുക്ക് റസമോവ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റിനെ, സ്കോളറിനെ കാണാനായിട്ട് സാധിക്കുന്നത്. റസമോവ്, എ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്, ഈസ് എ ക്യാരക്ടർ ഇൻ ദ നോവൽ അണ്ടർ വെസ്റ്റേൺ ഐസ്. 1911 പബ്ലിഷ് ചെയ്യുന്നത്. കോൺറാഡിന്റെ നോവലാണ്, ജോസഫ് കോൺറാഡ് കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള എന്താ പറയുക വോയേജ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഒക്കെ എഴുതുന്നതിന്റെ പേരിലാണ്. പിന്നെ ഇതുപോലത്തെ ചില വർക്കുകളും നമുക്ക് കിട്ടും. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിറിലോ സിഡോറോവിച്ച് റസമോവ് is a student in St. Petersburg who finds himself trapped in the political crisis after a fellow student, Victor Haldin, confesses to assassinating a minister and seeks refuge in his rooms. അതായത് തന്റെ കൂടെയുള്ള ഒരു സ്റ്റുഡന്റ്, ഒരു ഫെലോ സ്റ്റുഡന്റ് ആയ വിക്ടർ ഒരു എന്താ പറയാ മിനിസ്റ്ററിനെ അസാസിനേറ്റ് ചെയ്യാൻ, അതായത് ഗൂഢാലോചന നടത്തി, മിനിസ്റ്ററിനെ കൊല്ലാനായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റുഡന്റിന് അഭയം കൊടുത്തു, റെഫ്യൂജ് കൊടുത്തത് ആരാണ്? നമ്മുടെ റസമോവ് ആണ്. ഓക്കെ, അതിന്റെ പേരിലാണ് ഇപ്പൊ റസമോവും ട്രാപ്ഡ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പേരിൽ അനുഭവിക്കുന്ന ക്രൈസിസും കാര്യങ്ങളും പിന്നീട് ഇവരുടെ കുറെ സംസാരങ്ങളും ടെൻഷൻസും ഒക്കെയാണ് നമുക്ക് അണ്ടർ ദ വെസ്റ്റേൺ ഐസിനകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അണ്ടർ വെസ്റ്റേൺ ഐസിനകത്തിലെ മെയിൻ ക്യാരക്ടർ തന്നെയാണ് റസമോവ് എന്ന് പറയുന്നത്. ശരിക്കും റസമോവ് തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ടുള്ള ലൈഫ് തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ലാസ്റ്റ് നോവൽ റിട്ടൺ ബൈ D.H. ലോറൻസ്. സൺസ് ആൻഡ് ലവേഴ്സ് ഒക്കെ പോലെയുള്ള ഏറ്റവും നല്ല നോവൽ എഴുതിയിട്ടുള്ള ആള് തന്നെയാണ് ലോറൻസ് എഴുതിയ നോവലുകളിൽ, ഈ കൂട്ടത്തിലുള്ള നോവലുകളിൽ ലാസ്റ്റ് ഉള്ളത് ഏതാണ്? ലേഡി ഷാറ്റർലീസ് ലവർ, സൺസ് ആൻഡ് ലവേഴ്സ്, ദ റെയിൻബോ, കങ്കാരു. The last novel written by D.H. Lawrence, Lady Chatterley's Lover, Sons and Lovers, The Rainbow, Kangaroo. ആൻസർ വരുന്നത് ലേഡി ഷാറ്റർലീസ് ലവർ ആണ് കേട്ടോ. ലേഡി ഷാറ്റർലീസ് ലവർ എന്ന് പറയുന്നതാണ് D.H. ലോറൻസിന്റെ ലാസ്റ്റ് നോവൽ. ഓക്കെ, ദ ലാസ്റ്റ് നോവൽ റിട്ടൺ ബൈ D.H. ലോറൻസ് എന്ന് പറയുന്നത് ലേഡി ഷാറ്റർലീസ് ലവർ ആണ്. ദ ലാസ്റ്റ് മേജർ നോവൽ റിട്ടൺ ബൈ D.H. ലോറൻസ് വാസ് ലേഡി ഷാറ്റർലീസ് ലവർ. ഫസ്റ്റ് പബ്ലിഷ് പ്രൈവറ്റ്ലി ഇൻ 1928. ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ട് 1928 വിത്ത് ലേറ്റർ എഡിഷൻസ് ഫോളോവിംഗ് ഇൻ 1929. ആദ്യം 1928 തന്നെയാണ് ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ലേറ്റർ എഡിഷൻസ് ഒക്കെ 29 വന്നു തുടങ്ങി. ഇറ്റ് ഇസ് നോൺ ആസ് ഹിസ് ഫൈനൽ ആൻഡ് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ഫുൾ ലെങ്ത് നോവൽ സെൻറ്ററിംഗ് ഓൺ ദ തീം ഓഫ് ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്ഷൽ ഇന്റിമസി. ഓക്കെ, ക്ലാസ് കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ സെക്ഷൽ ഇന്റിമസി ഒക്കെയാണ് ഇവിടെ നമുക്ക് തീമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. It is known as his final and most controversial full-length novel centering on themes of class conflict and sexual intimacy. Okay, class conflict and sexual intimacy ഒക്കെയാണ് ഇവിടെ തീമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. Who among the following was a police officer by profession? Okay, ഈ തന്നിട്ടുള്ള 4 റൈറ്റേഴ്സിൽ നോവലിസ്റ്റുകളൊക്കെയാണ് ഇവർ കേട്ടോ. അപ്പൊ ഇവരില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കൂടെയുണ്ട്, പോലീസ് ഓഫീസർ കം റൈറ്റർ ഉണ്ട്. അത് ആരാണെന്ന് കണ്ടെത്തണം. ഫിലിപ്പ് ലാർക്കിൻ, ജോർജ് ഓർവെൽ, ജോസഫ് കോൺറാഡ്, ഫ്രാൻസ് കാഫ്ക. നോക്കിക്കേ, ഫിലിപ്പ് ലാർക്കിൻ, ജോർജ് ഓർവെൽ, ജോസഫ് കോൺറാഡ്, ഫ്രാൻസ് കാഫ്ക. ഇതിന്റെ ആൻസർ വരുന്നത് ജോർജ് ഓർവെൽ ആണ്. ഹു അമംഗ് ദ ഫോളോയിങ് വാസ് എ പോലീസ് ഓഫീസർ ബൈ പ്രൊഫഷൻ. ആൻസർ വരുന്നത് ജോർജ് ഓർവെൽ ആണ്. ജോർജ് ഓർവെൽ. ഓക്കെ, അതായത് ഫെയർവെൽ ടു കാറ്റലോണിയ അടക്കം ഒരുപാട് നല്ല റൈറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ആർമി കം പോലീസ് ഫോഴ്സിൽ നമുക്ക് ഇദ്ദേഹത്തിനെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വളരെ മികച്ച എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കൂടെയായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്ററി ടോൺ അദ്ദേഹത്തിന്റെ നോവലുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, തന്റെ പ്രൊഫഷൻ്റെതായിട്ടുള്ള ഒരു സിമിലാരിറ്റി നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കും.
അടുത്ത നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നോവൽസ് വാസ് നോട്ട് റിട്ടൺ ബൈ ഗോൾഡിംഗ്? ഈ കൂട്ടത്തിൽ വില്യം ഗോൾഡിംഗ് എഴുതിയിട്ടില്ലാത്ത ഒരു നോവലുണ്ട്. ഓക്കെ, അത് ഏതാണെന്ന് കണ്ടെത്തണം. ഫ്രീ ഫോൾ, ദ പിരമിഡ്, ബ്ലാക്ക് നാർസിസസ്, പിഞ്ചോ മാർട്ടിൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നോവൽസ് വാസ് നോട്ട് റിട്ടൺ ബൈ വില്യം ഗോൾഡിംഗ്? ഇതിനകത്ത് ഒരു നോവല് വില്യം ഗോൾഡിംഗ് എഴുതിയതല്ല. ഏതാണെന്ന് കണ്ടെത്തണം. ഫ്രീ ഫോൾ, ദ പിരമിഡ്, ബ്ലാക്ക് നാർസിസസ്, അതുപോലെ തന്നെ പിഞ്ചോ മാർട്ടിൻ. ഇതിന്റെ ആൻസർ വരുന്നത് ബ്ലാക്ക് നാർസിസസ് ആണ് കേട്ടോ. ബ്ലാക്ക് നാർസിസസ്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നോവൽസ് വാസ് നോട്ട് റിട്ടൺ ബൈ ഗോൾഡിംഗ്? ഓക്കെ, ആൻസർ വരുന്നത് ബ്ലാക്ക് നാർസിസസ് ആണ്. ബ്ലാക്ക് നാർസിസസ് ഗോൾഡിങ്ങിന്റെ അല്ല. ഫ്രീ ഫോൾ ഗോൾഡിങ്ങിന്റെ ആണ്. പിരമിഡ് ഗോൾഡിങ്ങിന്റെ ആണ്. ബ്ലാക്ക് നാർസിസസ് ശരിക്കും റൂമർ ഗോഡിന്റെ ആണ് കേട്ടോ. അതിനകത്ത് ഒരു ഗോൾഡ് അത് വരുന്നുണ്ട്, ഗോഡന്റെ ആണ്. പിന്നെ പിഞ്ചർ മാർട്ടിൻ എഗൈൻ നമ്മുടെ വില്യം ഗോൾഡിങ്ങിന്റെ ആണ്. ദി നോവൽസ് ദാറ്റ് വാസ് നോട്ട് റിട്ടൺ ബൈ വില്യം ഗോൾഡിംഗ് ഈസ് ബ്ലാക്ക് നാർസിസസ്. ഓക്കെ, സി ആണ്. ബ്ലാക്ക് നാർസിസസ് അദ്ദേഹത്തിന്റെ അല്ല. ഫ്രീ ഫോളിന്റെ ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ 1959 ആണ്. ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനും ചോദിക്കുമല്ലോ. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട് ഇത്രയും ഇയർ ഞാൻ പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ഇതിങ്ങനെ കേട്ടും മനസ്സിലാക്കിയും കണ്ടും ഒക്കെ തന്നെ നമുക്കിത് കുറേ ഐ ക്യാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം ഫ്രീ ഫോൾ 1959 അത് ഗോൾഡിങ്ങിന്റെ ആണ്. പിരമിഡ് 1967 നോവലാണ് ഗോൾഡിങ്ങിൻ്റെത്. ബ്ലാക്ക് നാർസിസസ് 1939 എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ റൂമർ ഗോർഡൻ ആണ്. ഓക്കെ, അതായത് ഒരേ കാലഘട്ടത്തിൽ സിമിലർ ഇയേഴ്സിലാണ് ഗോൾഡിങ്ങിന്റെ നോവലുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് മുമ്പ് വന്നത് തന്നെയാണ് റൂമർ ഗോർഡൻ്റെത്. പിഞ്ചർ മാർട്ടിൻ 1956 അത് എഴുതിയത് വില്യം ഗോൾഡിംഗ് ആണ്. ബ്ലാക്ക് നാർസിസസ് ഫേമസ് 1939 നോവൽ ബൈ ഇംഗ്ലീഷ് ഓതർ തന്നെയായ റൂമർ ഗോർഡന്റെ ആണ്. എബൌട്ട് ആംഗ്ലിക്കൻ നൺസ് ഇൻ ദ ഹിമാലയാസ്. ഓക്കെ, ഹിമാലയാസിൽ ഉണ്ടായിരുന്ന ആംഗ്ലിക്കൻ നൺസിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ദിസ് നൺസ് ടു they too have something to speak to the common world. അതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു വർക്കിൽ ഉള്ളത്. ബ്ലാക്ക് നാർസിസസ്. ഓക്കെ, മൗര്യ ഈസ് എ ക്യാരക്ടർ ഇൻ. മൗര്യ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ഏത് ഡ്രാമയിലാണ് കാണാൻ സാധിക്കുന്നത്? ഒരു ഡ്രാമയിലെ കഥാപാത്രമാണല്ലോ മൗര്യ. റൈഡേഴ്സ് ടു ദ സീ ആണോ? ദ ടിങ്കേഴ്സ് വെഡിങ് ആണോ? ഡയറ്റർ ഓഫ് ദ സോറോസ് ആണോ? അതോ ഇനി ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ആണോ? മൗര്യ ഈസ് എ ക്യാരക്ടർ ഇൻ. ആൻസർ വരുന്നത് റൈഡേഴ്സ് ടു ദ സീ ആണ് കേട്ടോ. റൈഡേഴ്സ് ടു ദ സീ. മൗര്യയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദർ ക്യാരക്ടറാണ്. മൗര്യയ്ക്ക് തന്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു, 2 ആൺമക്കളെ നഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ എന്താ പറയാ, ദാറ്റ് മീൻസ് ദ അതർ സൺ ഈസ് മിസ്സിങ്. ഇപ്പൊ ഇനി ഇവിടെ ഉള്ള ബാഡ്ലി എന്ന് പറയുന്ന ഒരു മകനുണ്ട് ഇല്ലേ? ഈ ബാഡ്ലിയും അവസാനമായിട്ട് കടലിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അമ്മ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അമ്മയ്ക്കറിയാം തന്റെ കുടുംബത്തിൽ നിന്നും കടലിലേക്ക് പോയിട്ടുള്ള മെൻഫോക്ക് ഒന്നും തന്നെ തിരികെ വന്നിട്ടില്ല അല്ലെ? അങ്ങനെ എന്തോ ഒരു കേഴ്സ് ഉള്ളത് പോലെയാണ് ശരിക്കും മൗര്യയ്ക്ക് ഫീൽ ചെയ്യുന്നത്. മൗര്യയ്ക്ക് 2 പെൺമക്കളുണ്ട് അല്ലെ? ആ പെൺമക്കൾ എപ്പോഴും മൗര്യയുടെ കൂടെ തന്നെയുണ്ട്. ഇങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഫാമിലിക്ക് ഉണ്ടാവുന്ന ട്രബിൾസ് കണ്ട് മൗര്യ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആകെ ഡിപ്രസ്ഡ് ആണ് അല്ലെ? ആകെ ഡിപ്രസ്ഡ് ആണ്. അതുപോലെ തന്നെ അവരൊരു ശരിക്കുള്ള കോൺഷ്യസ് മൈൻഡിലല്ല ഇപ്പോൾ ഉള്ളത്. ഓക്കെ, മൗര്യ ഈസ് എ ക്യാരക്ടർ ഇൻ റൈഡേഴ്സ് ടു ദ സീ. റൈഡേഴ്സ് ടു ദ സീ ആരുടെ വർക്ക് ആണെന്ന് ചോദിച്ചാൽ ഐറിഷ് ഡ്രാമാറ്റിസ്റ്റ് ആയിട്ടുള്ള JM സിഞ്ചിന്റെ വർക്കാണ്. പലരും PGക്കും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള വർക്കുമാണ്. Who among the following is not associated with kitchen sink drama? നമുക്കറിയാം ഡൊമസ്റ്റിക് സെറ്റിംഗിൽ വരുന്ന ഒരു ഡ്രാമ ടൈപ്പാണ് കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന് പറയുന്നത് അല്ലെ? Who among the following is not associated with kitchen sink drama? അർണോൾഡ് ആണ്, വെസ്കർ, ജോൺ ഓസ്ബോൺ ആൻഡ് ഓൾസോ ഷീല ഡിനാലെ, കാരൽ ചർച്ചിൽ. കിച്ചൺ സിങ്ക് ഡ്രാമയുമായിട്ട് ബന്ധമില്ലാത്തത് കാരൽ ചർച്ചിലിനാണ്. ഓക്കെ, നമ്മുടെ അർണോൾഡ് വെസ്കറിനെ നോക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ ഓസ്ബോണിനെ ചെക്ക് ചെയ്താലും ഒക്കെ തന്നെ അതുപോലെ തന്നെ ഡിനാലെ ആയാലും ഒക്കെ തന്നെ ഈ പറയുന്ന കിച്ചൺ സിങ്ക് ഡ്രാമയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ഡൊമസ്റ്റിക് സെറ്റിംഗ് ആണ് കിച്ചൺ സിങ്ക് ഡ്രാമ എന്ന് പറയുന്നത്. കോമൺ ക്യാരക്ടേഴ്സ് ആയിരിക്കും. വളരെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കിച്ചൺ സിങ്ക് ഡ്രാമയുടെ പ്രത്യേകത. Who among the following poets refer to herself as the Queen of Calvary? Okay, who among the following poets refer to herself as the Queen of Calvary? Queen of Calvary എന്ന് സ്വന്തമായി റെഫർ ചെയ്തിട്ടുള്ള പോയിറ്റ് ആരാണ്? വിർജിനിയ വൂൾഫ്, സിൽവിയ പ്ലാത്ത്, Christina Rossetti, Emily Dickinson. Who among the following poets refer to herself as the
Queen of Calvary. Okay, Emily Dickinson ആണ് ആൻസർ വരുന്നത്. Okay, Emily Dickinson referred to herself as a Queen of Calvary കാരണം കൂടുതലും ഡെത്ത് റിലേറ്റഡ് പോംസ് ആണ് എഴുതുന്നത്. In her poetry, specifically in pieces like I measure every grief I meet. She uses the phrase to represent her deep experience of emotional suffering and pain, allying her own personal internal struggles with the spiritual suffering of the Christ crucifixion. അല്ലേ, ഈ ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്ഷനുമായിട്ട് ബേസ് ചെയ്ത് കാൽവറി ആയിട്ട് ബേസ് ചെയ്താണ് ശരിക്കും പറഞ്ഞ എമിലി ഡിക്കൻസൺ തന്റെ ജീവിതത്തിനെ തന്നെ കാണുന്നത്. അല്ലെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാവുന്ന ഓരോ പെയിനെയും ഞാൻ അളന്ന് മനസ്സിലാക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ഹർ പോയിട്രി സ്പെസിഫിക്കലി ഇൻ പീസസ് ലൈക്ക് ഐ മെഷർ എവറി ഗ്രീഫ് ഐ മെറ്റ്, ഷീ യൂസസ് ദ phrase to represent her deep experience of emotional suffering and pain, align her own personal internal struggles with the spiritual suffering of the Christ's crucifixion. ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്ഷനുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലെ സ്ട്രഗിൾസിനെ തന്നെ കാണുന്നത്. ക്രോസിലേക്ക് ക്രൈസ്റ്റിനെ എന്താണ് പറയുക, നെയില് ഷാർപ്പൺ ചെയ്യുന്ന പോലെ, ദാറ്റ് മീൻസ് ആ ഒരു ആണി അടിക്കുന്നത് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ മുൾക്കിരീടം വെച്ച ക്രൂസിഫിക്ഷൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും നടക്കുന്നത് എന്നാണ് ഡിക്കൻസൺ പറയുന്നത്. The phrase appears in context where she describes her role as a sufferer who has endured great emotional pain, calling herself the Empress of Calvary or the Queen of Calvary. Okay, വിഷമങ്ങളുടെ ഒരുപാട് പെയിനും സഫറിങ്ങും ഒക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഒത്തിരി പെയിൻസിലൂടെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കുറേ റിഫ്ലക്ഷൻസ് ഇവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോറി. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയോ, ഉത്തരം കിട്ടിയോ? ഹു അമംഗ് ദ ഫ്ലോയിങ് പോയിറ്റ്സ് റെഫർ ടു ഹെർസെൽഫ് ആസ് എ ക്യൂൻ ഓഫ് കാൽവറി? എമിലി ഡിക്കൻസൺ ആണ് ആൻസർ വരുന്നത്. വിർജിനിയ വൂൾഫ് വളരെ മികച്ച ഒരു റൈറ്റർ ആണ്. വിർജിനിയ വൂൾഫിനെ നമുക്ക് മോഡേൺസുമായിട്ട് ബേസ് ചെയ്ത്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സുമായിട്ടൊക്കെ ബേസ് ചെയ്ത് കാണാം. സിൽവിയ പ്ലാത്ത് അമേരിക്കൻ ലിറ്ററേച്ചറിലെ കൺഫെഷണൽ പോയിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സിൽവിയ പ്ലാത്തിനെ നമ്മുടെ മലയാളം റൈറ്റർ കമലാദാസുമായിട്ടാണ് നമ്മൾ കൺഫെഷണൽ സ്റ്റൈലിൽ ബേസ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുന്നത്. പിന്നെ ക്രിസ്റ്റീന റോസേറ്റി ഉണ്ട്, ഡാൻഡെ ഗബ്രിയൽ റോസേറ്റി എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രീ റാഫ്തലൈറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്തിലെ ഒരു ഫീമെയിൽ റെപ്രസെന്റേറ്റീവ് റൈറ്റർ ആണ് ക്രിസ്റ്റീന റോസേറ്റി. ഓക്കെ, ഡാൻഡെ ഗബ്രിയൽ റോസേറ്റിയുടെ സഹോദരിയാണ്. ഇവരൊക്കെ തന്നെ എന്താ പറയാ, റോസേറ്റി സിബ്ലിങ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബാക്ക് ടു നേച്ചർ പോലെയുള്ള സ്ലോഗൻസിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പെയിന്റർ കം റൈറ്റർ ആണ്. ഓക്കെ, ഇവരുടെ കവിതകളും കഥകളും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു പെയിന്റർ, ദാറ്റ് മീൻസ് ചിത്രങ്ങളുടെയും വാക്കുകളുടെയും ഒരു എന്താ പറയാ എക്സ്പ്രഷൻ വളരെ കൂടുതലായിരിക്കും. Emily Dickinson referred to herself as the Queen of Calvary. In her poetry, specifically in pieces like I measure every grief I met, she uses a phrase to represent her deep experience of emotional suffering and pain, aligning her own personal internal struggles with the spiritual suffering of Christ's crucifixion. The phrase appears in context where she describes her role as a sufferer who has endured great emotional pain, calling herself the Empress of Calvary or the Queen of Calvary. Okay, Harmonium is a collection of poems by Harmonium എന്ന് പറയുന്ന പോയട്രി കളക്ഷൻ ആരുടേതാണ്? നോക്കിക്കേ, റോബർട്ട് ഫ്രോസ്റ്റ് നമ്മുടെ റോഡ് നോട്ട് ടേക്കൺ ഒക്കെ എഴുതിയ റൈറ്റർ ആണ്. മെൻഡിങ് ബോൾ ഒക്കെ ഉണ്ട്. വാലൻ സ്റ്റീവൻസ് വളരെ ഇമ്പോർട്ടന്റ് റൈറ്റർ. വോൾട്ട് വിറ്റ്മാൻ ഇല്ലേ, വെരി സിഗ്നിഫിക്കന്റ്. ആൻഡ് ഓൾസോ സീമസീനി. ഇതിൽ ആരുടെ പോയട്രി കളക്ഷന്റെ പേരാണ് ഹാർമോണിയം? ദാറ്റ് മീൻസ് ആരുടെ കവിതാ സമാഹാരമാണ് ഹാർമോണിയം എന്നുള്ള പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? വാലൻ സ്റ്റീവൻസിന്റെ ആണ് കേട്ടോ. ഹാർമോണിയം ഇസ് എ കളക്ഷൻ ഓഫ് പോംസ് ബൈ. ഹാർമോണിയം എന്ന് പറയുന്ന പോയിട്രി കളക്ഷൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ വാലൻ സ്റ്റീവൻസ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, വാലൻ സ്റ്റീവൻസിന്റെ പോയിട്രി കളക്ഷന്റെ പേരാണ് ഹാർമോണിയം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട റൈറ്റേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പം പോയിട്രി കളക്ഷൻസിന്റെ ഒക്കെ പേര് കൃത്യമായിട്ട് എടുത്ത് പഠിക്കണം. ഓക്കെ, റൈറ്റേഴ്സ് ആകുമ്പോൾ അവർക്ക് പോയിട്രി കളക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാറുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിട്രി കളക്ഷൻസ് ഒക്കെ. ഓക്കെ, നെയിംസ് ഓഫ് ദ പോയിട്രി കളക്ഷൻസ് എന്നൊക്കെയുള്ള പേരിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്താലും ഒക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പോയിട്രി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ എന്താ ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, പുളിറ്റ്സർ കിട്ടിയവരെ, നോബൽ കിട്ടിയവരെ ഒക്കെ അറേഞ്ച് ചെയ്യണമെന്ന് പറയും ഇല്ലേ, ന്യൂസ്റ്റഡ് പ്രൈസ് കിട്ടിയ റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പോയിട്രി കളക്ഷൻസിന് വേണ്ടി നിങ്ങൾ ഒരു പേജ് ലീവ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ റൈറ്ററിന്റെ പേര്, റൈറ്റർ ഏതെങ്കിലും പോയിട്രി കളക്ഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര്. ഓക്കെ, ഒരു 10-20-25 വരത്തുള്ളൂ. നമ്മൾ അത് എഴുതി വെച്ച് കഴിഞ്ഞുള്ള ഗുണം നമുക്കിതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. വാലൻ സ്റ്റീവൻസ് എന്ന് കൊടുത്തിട്ട് ഹാർമോണിയം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ
ഇഫ് പോസിബിൾ അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ കൂടെ എഴുതുക, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇങ്ങനെയുള്ള പോയിട്രി കളക്ഷൻസ് ആണ് ചോദിക്കുന്നത്. പോയിട്രി കളക്ഷൻസിന്റെ പേര് തന്നിട്ട് അത് ആരുടേതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അത് അങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതാനായിട്ട് നമ്മൾ സജ്ജമായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ചോദ്യങ്ങൾ പ്രശ്നമില്ലല്ലോ. നമ്മൾ ചെക്ക് ചെയ്തത് ഇപ്പം ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആദ്യം വന്ന 20 ചോദ്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി വരുന്നത് നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ ആണ്. ഫാദർ മാപ്പിൾ ഈസ് ക്യാരക്ടർ ഇൻ. ഫാദർ മാപ്പിൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വർക്ക് ഏതാണ്? ദ പ്ലേഗ്, എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, മൊബി ഡിക്ക്, യുലൈസിസ്. In which famous literary work you can trace a character or find the character Father Maple? Father Maple എന്ന് പറയുന്ന കഥാപാത്രം ഏത് ഫേമസ് ആയിട്ടുള്ള ബുക്കിലെയാണ്? മൊബീഡിക്കിലെയാണ് കേട്ടോ. മൊബീഡിക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മെയിൻ ക്യാരക്ടറും മൊബീഡിക്ക് എന്ന് പറയുന്ന ഒരു ജൈന്റ് ഫിഷ്, നമ്മുടെ വെയിലുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷാർക്കുമായിട്ടോ ഒക്കെയാണ് നമുക്ക് ഈ മൊബീഡിക്കിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ടീത്ത് ഭയങ്കര ഷാർപ്പനാ. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോ അല്ലെങ്കിൽ ലിവിങ് ബീങ്സിന്റെ ബോഡിയിൽ അത് ബൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ ഫ്ലഷും ബ്ലഡും എല്ലാം ആയിരിക്കും കൂടെ പോകുന്നത്. ഓക്കെ, സോ അത്രയും ഷാർപ്പ് ടീത്താണ് മൊബീഡിക്കിനുള്ളത്. പിന്നെ ഈ മൊബീഡിക്കിന്റെ ടീത്ത് പിക്ക് ഔട്ട് ചെയ്യുക, പ്ലക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ ഒരു ഇന്റൻഷൻ ആയിരുന്നു. അത് പ്ലക്ക് ചെയ്തിട്ട് അത് കളക്ട് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുലിത്തോലൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈഗറിന്റെ ഒക്കെ സ്കിൻ ഉണ്ടെങ്കിൽ അത് ഒരു വിക്ടറി ആയിട്ടല്ലേ കാണുന്നത്. കാരണം ടൈഗറിനെ കില്ല് ചെയ്ത് സ്കിൻ എടുക്കാനും മാത്രം സ്ട്രോങ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പക്ഷെ മെനി ഓഫ് തിങ്സ് ആർ ബീൻ അഗെയിൻസ്റ്റ് ദ എന്താണ് പറയാ വൈൽഡ് ലൈഫ് ലോസ്. ഓക്കെ, സോ മൊബീഡിക് ആണ് ആൻസർ. ഫാദർ മാപ്പിൾ ഈസ് എ ക്യാരക്ടർ ഇൻ ഹെർമൻ മെൽവിലീസ് 1851 നോവൽ മൊബീഡിക് ഓർ ദ വെയിൽ. ഓക്കെ, മൊബീഡിക് ഓർ ദ വെയിൽ എന്നാണ് ഇതിന്റെ പേര്. Role, he's a former whaleman turned preacher at the ന്യൂഫോർട്ട് വെയിൽസ്മാൻ ചാപ്പൽ. ഓക്കെ, ആദ്യം ഒരു വെയിൽമാൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വെയിൽസിനെയൊക്കെ ഹണ്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു പ്രീച്ചർ, പുരോഹിതനായിട്ട് മാറി. സിഗ്നിഫിക്കൻസ്, he delivers a famous sermon on Jonah and the whale chapter 9, setting thematic tones of duty, repentance and also obedience to God early in the book. Okay, അപ്പം he delivers a famous sermon on Jonah and the whale chapter 9. ചാപ്റ്റർ 9 എടുത്തു കഴിഞ്ഞാൽ, ഈ നോവലിന്റെ ചാപ്റ്റർ 9 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജ് ഉണ്ട്. സെറ്റിംഗ് തീമാറ്റിക് ടോൺസ് ഓഫ് ഡ്യൂട്ടി, റിപ്പൻറ്റൻസ് ആൻഡ് ഒബീഡിയൻസ് ടു എന്താ പറയാ ഗോഡ് ഏർലി ഇൻ ദ ബുക്ക്. ഓക്കെ, ഡ്യൂട്ടിയെ കുറിച്ചും റിപ്പൻറ്റൻസിനെ കുറിച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് കൺവേ ചെയ്യുന്നത്. കോണ്ടെക്സ്റ്റ്, ഹി അപ്പിയേഴ്സ് ഇൻ ദ ഏർലി ചാപ്റ്റേഴ്സ് വെൻ ഇസ്മയിൽ ഈസ് ഇൻ ന്യൂ ബെഡ്ഫോർഡ് ബിഫോർ സെറ്റിംഗ് സെയിൽ. ഓക്കെ, നമ്മുടെ ഇസ്മയിൽ എന്ന് പറയുന്ന കഥാപാത്രം സെയിൽ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് തുഴച്ചിൽ തുടങ്ങി കടലിന്റെ ഉൾത്തട്ടുകളിലേക്ക് ആവുന്നതിന് മുൻപാണ് ഈ ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത്, ഫാദർ മാപ്പിൾ അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ഒരു സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറാണ്. കുറെ ഐഡിയാസും കുറെ വാല്യൂസും ഒക്കെ കൺവേ ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടർ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫാദർ മാപ്പിൾ ഈസ് എ മെയിൻ ക്യാരക്ടർ ഇൻ ദ വർക്ക് മൊബീഡിക്. മൊബീഡിക്കിന്റെ പ്രത്യേകത, മൊബീഡിക് ഓർ ദ വെയിൽ എന്നാണ് വർക്കിന്റെ പേര്. 1851 നോവലാണ് മൊബീഡിക് ഓർ ദ വെയിൽ. ഇത് എഴുതിയത് ഹെർമൻ മെൽവില്ലെ എന്ന റൈറ്ററാണ് കേട്ടോ, ഹെർമൻ മെൽവില്ലെ. യൂജൻ ഓനിൽ വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ. നമ്മുടെ യൂജൻ ഓനിലിന് സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണ്? ഓക്കെ, യൂജൻ ഓനിലിന് സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വർഷം ഏതാണ്? 1934, 1946, 1936, 1941. 1934, 1946, 1936, 1941. ആൻസർ വരുന്നത് 1936 ആണ്. യൂജൻ ഓനിൽ വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. യൂജൻ ഓനിലിന് സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയ വർഷം എന്ന് പറയുന്നത് 1936 ആണ് കേട്ടോ, 1936. ഫസ്റ്റ് നോൺ യൂറോപ്യനെ ചോദിച്ചു കഴിഞ്ഞാൽ ടാഗോർ ആണ്. അപ്പൊ നമ്മൾ ഈ നോബൽ സമ്മാന ജേതാക്കളെ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. നമ്മൾ അതിന് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്, ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാറുണ്ട്. നോബൽ ലൊറേറ്റ്സിന് വേണ്ടി മാത്രമുള്ള വീഡിയോസ് നമ്മുടെ തന്നെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എടുത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ നോബൽ വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും ലിറ്ററേച്ചർ സ്റ്റുഡൻസിന്റെ ഒക്കെ റൂമുകളിൽ ഇപ്പൊ നമുക്ക് വളരെ കോമൺ ആയിരിക്കും ഈ പറയുന്ന നോബൽ ലൊറേറ്റ്സിന്റെ ഒക്കെ ഒരു ചാർട്ട് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോബൽ ലൊറേറ്റ്, അദ്ദേഹത്തിന് നോബൽ കിട്ടിയ വർഷം, നോബൽ കിട്ടിയ മേഖല. ഓക്കെ, ലിറ്ററേച്ചർ ആയിരിക്കും, അതിനകത്ത് തന്നെ മേഖല ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ അങ്ങനെയും ചോദ്യം വരുന്നുണ്ട്. ക്യൂൻ ഇൻ സരോജിനി നായിഡൂസ് ദ ക്യൂൻസ് റൈവൽ ഈസ്. അതായത് സരോജിനി നായിഡുവിന്റെ ക്യൂൻസ് റൈവലിനകത്തിലെ ക്യൂൻ ആരാണെന്ന്. ക്യൂൻ വിക്ടോറിയ ആണോ, ക്യൂൻ ഗുൽനാർ ആണോ, അതോ ഇനി ഝാൻസി റാണി ആണോ, ക്യൂൻ ഓഫ് അവാദ് ആണോ? The queen in Sarojini Naidu's The Queen's Rival is Queen Victoria,
ക്യൂൻ ഗുൽനാർ, ജാൻസി റാണി, ക്യൂൻ ഓഫ് അവാർഡ്. ആൻസർ വരുന്നത് ക്യൂൻ ഗുൽനാർ ആണ് കേട്ടോ, ക്യൂൻ ഗുൽനാർ. ദി ക്യൂൻ ഇൻ സരോജിനി നായിഡൂസ് ദ ക്യൂൻസ് റൈവൽ എന്ന് പറയുന്നത് ക്യൂൻ ഗുൽനാർ ആണ്. ഓക്കെ, ക്യൂൻ ഗുൽനാറിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഷീസ് എ ബ്യൂട്ടിഫുൾ ഡീപ്ലി dissatisfied queen married to King Feroz, who requested a rival to spark interest in her life, eventually finding her true rival in her own young daughter. ഓക്കെ, അപ്പം കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത്, അതായത് ഈ ക്യൂൻ മനസ്സിലാക്കുന്നത് ശരിക്കുമുള്ള എൻ്റെ റൈവൽ എന്ന് പറയുന്നത് എൻ്റെ മകള് തന്നെയായിരുന്നു അല്ലേ. അതായത് ഫെയ്റ്റിൻ്റെ ഒക്കെ കഥ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ക്യൂൻസ് റൈവൽ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും ക്യൂൻ്റെ റൈവൽ അവരുടെ തന്നെ മകളായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ക്യൂൻ ആയിരുന്നു. കിങ് ഫിറോസിനെയാണ് മാരി ചെയ്യുന്നത്. ഹു റിക്വസ്റ്റ് എ റൈവൽ ടു സ്പാർക്ക് ഇൻട്രസ്റ്റ് ഇൻ ഹെർ ലൈഫ്, ഇവൻച്വലി ഫൈൻഡിങ് ഹെർ ട്രൂ റൈവൽ അല്ലേ. അപ്പോൾ ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, ദാറ്റ് മീൻസ് ഐ നീഡ് എ റൈവൽ ഇൻ മൈ ലൈഫ്. ഒരു റൈവൽ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനായിട്ടൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ കിട്ടൂ എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു റൈവൽ ഉണ്ടെങ്കിൽ എനിക്കത് എപ്പോഴും ഒരു പ്രചോദനമാണ്, എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കും, ആ റൈവലിനെ തോൽപ്പിക്കാനുള്ള ചിന്തകൾ എനിക്ക് വരും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റൈവൽ തൻ്റെ മകള് തന്നെയായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് ക്യൂൻ ഇൻ സരോജിനി നായിഡൂസ് ക്യൂൻസ് റൈവൽ. ഓക്കെ, ആരാണ് ക്യൂൻസ് റൈവലിനകത്തിലെ നമ്മുടെ സരോജിനി നായിഡുവിന്റെ പ്രസന്റ് ചെയ്യുന്ന ക്യൂൻ ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ ക്യൂൻ ഗുൽനാർ ആണ്. ഇനി ചിലപ്പോൾ ചോദിക്കും ക്യൂൻ ഗുൽനാർ ഇൻ സരോജിനി നായിഡൂസ് ക്യൂൻസ് റൈവൽ ഈസ് മാരീഡ് ടു, ആരെയാണ് മാരി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കിങ് ഫെറോസിനെയാണ്. കിങ് ഫെറോസിന്റെ പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരാണ് ശരിക്കും നമ്മുടെ ക്യൂൻസ് റൈവലിലെ ഗുൽനാറിന്റെ എതിരാളിയായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ സ്വന്തം മകള് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത 23 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെക്ക് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് തന്നെയാണ് ഇതിനകത്ത് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മളതും നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിനി 24ാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ദ ലിറ്റററി വർക്ക് ഇൻ ലിസ്റ്റ് 1 വിത്ത് ദെയർ alternate titles in list 2. Okay, list 1നെയും ലിസ്റ്റ് 2നെയും നമുക്കൊന്ന് മാച്ച് ചെയ്യാം. വോൾപോൺ ദ മൂർ ഓഫ് വെനീസ് ആണ്, പമേല വിർച്യു റിവാർഡഡ്, ദെൻ ടെസ് ഓഫ് ദ യൂബർവിൽസ് പ്യോർ വിമൻ, ഒഥല്ലോ ദ ഫോക്സ്. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് നമുക്ക് ആൾട്ടർനേറ്റ് ടൈറ്റിലുമായിട്ട് ബേസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത്? A4 B3 C2 D1 A3 B4 C1 D2 A1 B2 C3 D4 A4 B2 C3 D1 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ശരിയായിട്ടുള്ള ഓപ്ഷൻ A4 B2 C3 D1 ആണ്. ഓക്കെ, A4 ആണ്, B2 ആണ്. ഓക്കെ, C3 D1 നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് A4 B2 C3 D1 ആണ്. A4 B2 C3 D1. ഓക്കെ, ഈ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ A4 വോൾപോൺ ഫോക്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അൾട്ടർനേറ്റ് ടൈറ്റിൽ B2 ആണ് അല്ലെ. പമേല ഓഫ് കോഴ്സ് നമുക്കറിയാം വിർച്യു റിവാർഡഡ് തന്നെയാണ്, സാമുവൽ റിച്ചാർഡ്സന്റെ ഫേമസ് വർക്ക് ആണ്. ഈ C3 ആണ് അല്ലെ, ടെസ് ഓഫ് ദ യൂബർവിൽസ്. ഇതിനകത്ത് ടെസ്സിനെ നമ്മൾ പ്യോർ വിമൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. D1 ആണ്, ഒഥല്ലോ ദ മൂർ ഓഫ് വെനീസ് എന്നുള്ള പേരിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ അൾട്ടർനേറ്റ് ടൈറ്റിലുമായിട്ട് ബേസ് ചെയ്ത് മാച്ച് ചെയ്തു. അപ്പൊ ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. 24 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്.